ഇന്ന് നമ്മൾ പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 കപ്പ് പൈനാപ്പിൾ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു കടായിലോട്ട് ഈ എടുത്തു വച്ചിരിക്കുന്ന പൈനാപ്പിളിൽ നിന്ന് 1 കപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഞാൻ കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പൈനാപ്പിളൊക്കെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഞാനൊരു കടായിൽ ഒരു 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് പാൽ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായി പാലൊക്കെ ഇത് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കോൺഫ്ലോറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടിക്ക് പിടിക്കാതെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല തിക്കായി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒരു റൂം ടെമ്പറേച്ചറിലോട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി ഞാനിവിടെ പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ പീസസ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് കുക്ക് ചെയ്ത് വെച്ച പൈനാപ്പിളിൽ നിന്ന് കുറച്ച് പീസസ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന 1 കപ്പ് പൈനാപ്പിളിൻ്റെ പീസസ് ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടിഞ്ഞ് കിട്ടാനായിട്ട് വളരെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഇനി നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഫുഡ് കളർ വേണമെങ്കിൽ കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിനെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് കുറുകിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് ചെറുതായിട്ട് തണുക്കാൻ അനുവദിക്കാം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്തൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് പൈനാപ്പിൾ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചെറീസ് കൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലൊന്ന് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. 8 മുതൽ 9 മണിക്കൂർ വരെ വെച്ചിരിക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് സെറ്റായി വന്നോളും. ഫ്രീസറിൽ വെക്കേണ്ട, താഴെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. ഇപ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ സെറ്റായിട്ടുണ്ടോ എന്ന്. നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.